പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും ഡെയിലി വ്ലോഗാണ്. ഇന്ന് ലേറ്റായിട്ടാട്ടോ എഴുന്നേറ്റത്. കാരണം വിച്ചൂട്ടനും ദേവൂട്ടനും ഒന്നും ഇന്ന് സ്കൂളില്ല, ക്ലാസ് ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് താമസിച്ചൊക്കെയാണ് എഴുന്നേറ്റത്. ഇന്ന് ദേവൂട്ടന് നമുക്ക് 5 വയസ്സിൻ്റെ വാക്സിൻ എടുക്കേണ്ട ഇതാണ്. ഇപ്പം ശരിക്കും ഡിസംബർ 5 അവൻ്റെ ബർത്ത്ഡേ. അത് കഴിഞ്ഞിട്ട് 5 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇടയ്ക്ക് പനിയും ഒക്കെ വന്നതുകൊണ്ട് മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്നാണ് വാക്സിൻ എടുക്കാൻ പോകുന്നത്. അപ്പം നാളെ കഴിഞ്ഞൊക്കെ 2 ദിവസം അവധിയാണ്. അപ്പോൾ രാവിലെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. അവധി ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുകയുള്ളൂ. രാവിലെ അല്ലെങ്കിൽ ഭയങ്കര തിരക്കല്ലേ. അതുകൊണ്ട് ഇവർക്ക് ക്ലാസ്സിൽ പോകണ്ടാത്ത ദിവസമായിരിക്കും മിക്കവാറും ശനിയോ ഞായറോ ഒക്കെ ആയിരിക്കും ചപ്പാത്തി ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ ചോറും ഒക്കെ റെഡിയാക്കി റൈസ് കുക്കറിലോട്ടാക്കി ചപ്പാത്തിയൊക്കെ ചുട്ട് തുടങ്ങി. ഗ്രീൻ പീസ് കറി ഇന്ന് സാധാരണ നമ്മളൊരു യെല്ലോ കളറിലല്ലേ വെക്കുന്നത്. ഇന്ന് ഞാൻ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് ഒരു യെല്ലോ കളറിലല്ല, ഒരു റെഡിഷ് ആ ഒരു കളറിലൊക്കെയാണ് കേട്ടോ ഇന്ന് വെച്ചിരിക്കുന്നത്. ഞാനും ദേവൂട്ടനും തന്നെയാണ് പോകുന്നത്. വിച്ചൂട്ടൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ TV കാണണം എന്നുള്ള ഇതിൽ അവൻ വരുന്നില്ലെന്ന് പറഞ്ഞു. എങ്ങനെയാകുമെന്നൊന്നും അറിയില്ല. ഇവിടുന്നൊക്കെ നല്ല സന്തോഷത്തിലൊക്കെയാണ് പോയത്. പിന്നെ ഇന്നലെ തൊട്ടിങ്ങനെ തിരുതര ചോദിക്കുന്നുണ്ടായിരുന്നു, വാക്സിൻ എടുത്താൽ എന്തിനാണ് വാക്സിൻ എടുക്കുന്നത്, വാക്സിൻ എടുത്താൽ വേദന എടുക്കുമോ, എത്ര വേദനയുണ്ട്, ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ളതെന്ന് ഞാൻ പറഞ്ഞപ്പം അത്രയും വേദനയൊക്കെ ഉള്ളല്ലേ, എന്നാൽ കുഴപ്പമില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് ആൾ പോകുന്നത് കേട്ടോ, എൻ്റെ കൂടെ പോരുന്നത്. അതെ, രാവിലെ വിച്ചൂട്ടൻ നേരെ കളറിങ് അല്ല, എന്തോ ഒരു പാവേനയൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. പാവേന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അത് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുമായിരുന്നു. ഞാനിപ്പോൾ ചോദിക്കുന്നുണ്ട്, വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേന് ആളിപ്പം നല്ല ചിരിച്ചിട്ടൊക്കെ ആട്ടോ ഇരിക്കുന്നത്. ഇനി വിച്ചൂട്ടൻ ഞാൻ ഉണ്ടാക്കിയ പാവേനയൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ അവൻ തന്നെ പറയുന്നുണ്ട്. ഇത് തുണിയും കാർഡ്ബോർഡും വെച്ചുണ്ടാക്കിയതാ. ഇത് തുണി, ഇത് കാർഡ്ബോർഡ്. പിന്നെ ഇത് പേപ്പറും കാർഡ്ബോർഡും വെച്ചുണ്ടാക്കിയതാ. ഇതും പേപ്പറും കാർഡ്ബോർഡും വെച്ചുണ്ടാക്കിയതാ. പക്ഷേ ഇത് രണ്ടും സെയിം മോഡലാ. കണ്ടോ, നോക്കിക്കേ. ഇതിൻ്റെ അകത്ത് പഞ്ഞിക്ക് പകരം ഞാൻ വെച്ചേക്കുന്ന സ്പോഞ്ചാ. ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് പറയാം. നമ്മൾ ആദ്യം ഒരു തുണിയോ പേപ്പർ എന്തെങ്കിലും എടുക്കണം. അതിൻ്റെ അകത്ത് കുറച്ച് സ്പോഞ്ചോ പഞ്ഞിയോ ഒക്കെ നിറച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടുകയൊക്കെ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ സ്കെച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ കണ്ണും വായൊക്കെ ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് വേറൊരു കാർഡ്ബോർഡ് എടുത്ത് കട്ട് ചെയ്ത് ഒരു തൊപ്പിയിട്ട് ഷേപ്പ് ആക്കണം. എന്നിട്ട് അത് ഞാനിവിടെ വെച്ച് പിൻ ചെയ്തു. അത്രയാണ് ഉള്ളത് ഉണ്ടാക്കാൻ. ഇത് ഭയങ്കര സിമ്പിളാ. ഈ മോഡലൊക്കെ ഉണ്ടാക്കാൻ ഇതുണ്ടാക്കുന്ന ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഇത് ഉണ്ടാക്കി നോക്കിക്കോ. എവിടെ പോവാ നമ്മള്? എന്നതാ, ഇഞ്ചക്ഷൻ വെക്കാൻ പോവാണോ? എന്നാത്തിനാ ഇഞ്ചക്ഷൻ എടുക്കുന്നേ? പനി വരാതിരിക്കാനോ? ആണോ? എത്ര വയസ്സിന്റെ ഇഞ്ചക്ഷനാ? കുഞ്ഞിന് എത്ര വയസ്സായി? 5 വയസ്സിന്റെ വാക്സിൻ അല്ലേ? ചിക്കൂനോ? ചിക്കൂന് എത്ര വയസ്സായി? 5. ചിക്കൂന്ന് പറയുന്നത് പട്ടിയാണ് കേട്ടോ. പിന്നില്ലേ, ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ കരയുവോ? ഇല്ല. നീ കരഞ്ഞാൽ ഞാൻ ജയിക്കും, നീ കരഞ്ഞില്ലെങ്കിൽ നീ ജയിക്കും. നമുക്ക് നോക്കാവേ. എനിക്ക് തോന്നുന്ന ഞാൻ ജയിക്കുമെന്നാ. ചിക്കുവിൻ്റെ വയസ്സ് 5 നിന്റെ വയസ്സ് എത്രയാ? 5. ഓക്കെ, മുടി ചെയ്യുക, ഒരുങ്ങ. ഞാനും ദേവൂട്ടനും തമ്മിൽ ഇങ്ങനെ ബെറ്റ് വെച്ചേക്കുമായിരുന്നേ. വാക്സിൻ എടുക്കുമ്പം ഞാൻ പറഞ്ഞു, വാക്സിൻ എടുക്കുമ്പോൾ ദേവൂട്ടൻ കരയുവാണെങ്കിൽ ഞാൻ ജയിക്കും, കരയാണ്ടിരുന്ന ദേവൂട്ടൻ ജയിക്കും എന്നൊക്കെ പറഞ്ഞു.
അങ്ങനെയെങ്കിലും അവൻ കരയാതിരിക്കട്ടെ എന്ന് വെച്ച്. കരയുമെന്ന് എന്തായാലും ഉറപ്പായിരുന്നു. എന്നാലും വെറുതെ ഒന്ന് ഇങ്ങനെ പന്തയം വെച്ച്. അപ്പോൾ ആളും പറഞ്ഞ് അങ്ങനെ തന്നെ നോക്കാം, ഞാൻ കരയത്തില്ല, ഞാൻ തന്നെയാണ് ജയിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതേ ഓട്ടോയൊക്കെ വന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവാം കേട്ടോ, ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ നമ്മളവിടെ ചെന്ന് കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വാക്സിനൊക്കെ എടുത്തു. വാക്സിൻ എടുത്തപ്പോൾ കരഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ജയിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് എല്ലാ വിഷമവും കൂടെ ഇങ്ങനെ മുഖത്ത് കാണാം കേട്ടോ. ഞാൻ ജയിച്ചു. ആരാ ജയിച്ചേ? ഞാനാണോ ജയിച്ചു? ദൈവട്ടനാണോ? വാക്സിനൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അരമണിക്കൂർ അവിടെ ഇരിക്കണമല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പോരാൻ പറ്റുള്ളൂ. ഇങ്ങ് പോന്നപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞ് അമ്മ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരണമെന്ന്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ ബിസ്ക്കറ്റും ജസ്റ്റ് മുട്ടായിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും